ഈ മൂന്നക്ഷരം ഭയന്നാണ് പലരും ബിസിനസ് ചെയ്യാൻ മടിക്കുന്നത്. ഏതാണ് ആ മൂന്നക്ഷരം എന്നല്ലേ? അത് നാം എന്നും കേൾക്കുന്ന GST എന്നത് തന്നെ. അറിയാമോ, GST പേടിച്ച് നിങ്ങൾ ഇന്ന് ബിസിനസ് തുടങ്ങാതിരിക്കുമ്പോൾ നിങ്ങളുടെ അത്ര പോലും അവസരങ്ങളോ കഴിവോ ഇല്ലാത്ത പലരും അതേ അവസരം ഉപയോഗിച്ച് ലക്ഷങ്ങൾ മാസങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ സീരിയസ് ആയി തന്നെ ചോദിക്കുകയാണ്, എത്ര കാലം നിങ്ങൾ GST എന്ന മൂന്നക്ഷരത്തെ പേടിച്ച് മാറി നിൽക്കും? നിങ്ങളുടെ ബിസിനസ് വലുതാകണമെങ്കിൽ ഈ കടമ്പ കടന്നേ പറ്റൂ. ടാക്സ് നോട്ടീസിനെയും റെയ്ഡിനെയും പേടിച്ച് ബിസിനസ് ചെയ്യുന്നതാണോ അതോ നിയമപരമായി ധൈര്യത്തോടെ ബിസിനസ് ചെയ്യുന്നതാണോ ലാഭം? നിങ്ങളുടെ ഉള്ളിലെ ആ പേടി ഇന്ന് നമുക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കാം. ഹായ്, നമസ്കാരം. ഞാൻ സന്തോഷ് തോട്ടത്തിൽ ഏവരെയും പുതിയ വീഡിയോയിലൂടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകം എന്നത് ഗവൺമെന്റ് ടാക്സുകളെ കുറിച്ചുള്ള പേടിയാണ്, പ്രത്യേകിച്ച് GST. ഇതെങ്ങനെ ഫയൽ ചെയ്യണം, നിയമകുരുക്കുകൾ ഉണ്ടാകുമോ, അറിവില്ലായ്മ കൊണ്ട് വലിയ പിഴ അടക്കേണ്ടി വരുമോ, ഇങ്ങനെ 100 കൂട്ടം സംശയങ്ങളാണ് പലരുടെയും മനസ്സിൽ. സത്യമല്ലേ? സത്യം പറഞ്ഞാൽ GST എന്നത് ഒരു പ്രശ്നമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ആ പേടി നമുക്ക് ഇന്ന് തന്നെ മാറ്റിയെടുക്കാം. ആദ്യം നമുക്ക് GST എന്താണെന്ന് നോക്കാം. പണ്ട് വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി എന്നിങ്ങനെ കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി 2017 ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഒറ്റ നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST എന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു സാധനങ്ങൾ വിൽക്കുമ്പോഴോ സേവനങ്ങൾ വിൽക്കുമ്പോഴോ ഉപഭോക്താവിൽ നിന്ന് നികുതി വാങ്ങി സർക്കാരിന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒന്നല്ല ഇത്, മറിച്ച് നിങ്ങളൊരു ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടെ. ആരൊക്കെ GST എടുക്കണമെന്നല്ലേ അടുത്ത സംശയം? എല്ലാവരും GST എടുക്കണോ? ഒരിക്കലും ആവശ്യമില്ല. നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ആകെ കച്ചവടം, അതായത് ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രം GST എടുത്താൽ മതി. അതേസമയം നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 20 ലക്ഷം രൂപയാണ് പരിധി. പക്ഷെ GST നിർബന്ധമായി എടുക്കണം എന്നുള്ള ബിസിനസ്സുകളും ഉണ്ട് കേട്ടോ. ഒന്നാമത്, അന്തർ സംസ്ഥാന കച്ചവടം നടത്തുന്നവർ. നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് 1 രൂപയുടെ സാധനം വിറ്റാൽ പോലും GST നിർബന്ധമാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ, ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി സാധനം വിൽക്കുന്നവർക്ക് ടേൺ ഓവർ എത്രയായാലും GST നിർബന്ധമാണ്. കൂടാതെ പ്രധാന മേളകളിലോ എക്സിബിഷനിലോ താൽക്കാലികമായി സ്റ്റാളുകൾ ഇടുന്നവർക്കും GST നിർബന്ധമാണ്. ഒരു ടിപ്പ് പറയട്ടെ, നിങ്ങളുടെ ബിസിനസ് വലുതാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് വലിയ കമ്പനികളിൽ നിന്ന് ഓർഡർ കിട്ടണമെങ്കിൽ വരുമാനം 40 ലക്ഷം ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി GST എടുക്കാം. ഇതിനെയാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി GST എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന 2 പേരുകളാണ് റെഗുലർ സ്കീമും കോമ്പോസിഷൻ സ്കീമും. പലരും ഇവിടെയാണ് തെറ്റായ തീരുമാനമെടുക്കുന്നത്. ഇവ എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തത് റെഗുലർ സ്കീമാണ്. നിങ്ങളുടെ ബിസിനസ് വലുതാണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ അയക്കണം, വലിയ കമ്പനികളുമായി ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാം. ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന ടാക്സ് ITC അഥവാ ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് നിങ്ങൾ ടാക്സ് കൊടുത്ത് വാങ്ങി സാധനം വിൽക്കുമ്പോൾ ആ പഴയ ടാക്സ് കുറച്ച് ബാക്കി മാത്രം സർക്കാരിന് നൽകിയാൽ മതി എന്നത് സാരം. റെഗുലർ സ്കീം വലിയ ബിസിനസ് ലക്ഷ്യം വെക്കുന്നവർക്കാണ് നല്ലത്. ഇതിന്റെ ഗുണം എന്നത് വെച്ചാൽ, നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകിയ ടാക്സ് ITC തിരികെ ലഭിക്കും. അതായത് നിങ്ങൾ 100 രൂപ ടാക്സ് കൊടുത്ത് സാധനം വാങ്ങി, 120 രൂപ ടാക്സ് വാങ്ങി വിറ്റാൽ 20 രൂപ മാത്രം സർക്കാരിന് നൽകിയാൽ മതിയാകും. അടുത്തത് കോമ്പോസിഷൻ സ്കീമാണ്. എനിക്ക് ഈ ടാക്സ് കണക്കുകളൊന്നും തലയിൽ കയറില്ല, സമാധാനമായി നാട്ടിൽ ചെറിയ കച്ചവടം നടത്തണം എന്നുള്ളവർക്ക് ഇതാണ് ബെസ്റ്റ്. ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ഉപഭോക്താവിൽ നിന്ന് ടാക്സ് പിരിക്കാൻ പാടില്ല. പകരം നിങ്ങളുടെ ആകെ കച്ചവടത്തിന്റെ വെറും 1% മാത്രം കയ്യിൽ നിന്ന് എടുത്ത് അടച്ചാൽ മതി. അത് 3 മാസത്തിലൊരിക്കൽ കണക്ക് ബോധിപ്പിച്ചാലും മതി. ഇനി ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എത്ര രൂപ ഫീസ് ആകും എന്നല്ലേ പറഞ്ഞു തരാം. GST രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. www.gst.gov.in എന്ന പോർട്ടലിൽ ഗവൺമെന്റ് ഫീസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. ആവശ്യമായ രേഖകൾ പാൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിന്റെ അഡ്രസ് പ്രൂഫ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഇതൊക്കെ നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായി GST നമ്പർ ലഭിക്കും. വളരെ സിമ്പിൾ. ഇനി GST എടുത്തു കഴിഞ്ഞാൽ പലരും വരുത്തുന്ന അബദ്ധം റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക എന്നതാണ്. റെഗുലർ സ്കീം ചൂസ് ചെയ്യുന്നവർക്ക് GSTR 1, GSTR 3B, GSTR 9 എന്നിവയും, കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യുന്നവർക്ക് CMB 8 കൂടാതെ ആനുവൽ റിട്ടേണായി GSTR 4 എന്നിവയും നിർബന്ധമായി ഫയൽ ചെയ്യണം. പേരുകൾ കേൾക്കുമ്പോഴുള്ള പേടി മാത്രമേ ഉള്ളൂ. സംഗതി ലളിതമാണ്. സെയിൽസ് കാണിക്കാൻ GSTR 1, ടാക്സ് അടക്കാൻ GSTR 3B, ഇത്രയെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കച്ചവടം ഒന്നും നടന്നില്ലെങ്കിൽ, ബിസിനസ് ഇല്ലായിരുന്നു എന്ന് സൂചിപ്പിക്കാനായി റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയാണ്, GST എന്നത് ഒരിക്കലും ഒരു വില്ലനല്ല.
ഇന്ത്യയിൽ 1.5 കോടിയിലധികം പേർ ഇത് ചെയ്ത് ബിസിനസ് വിജയിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഈ മിത്രം CSP കേന്ദ്രങ്ങളെയോ ഒരു CA കാരനെയോ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിയമം അനുസരിച്ച് ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും നിങ്ങളുടെ ബിസിനസിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാനും സഹായിക്കും. GST സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സംരംഭ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ ബിസിനസ് അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.